ഇക്കഴിഞ്ഞ 20-നാണ് കേസിനാസ്പദമായ സംഭവം. പട്ടാമ്പി നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമാണ് വ്യാജ ഫോൺ പേ, ഗൂഗിൾ പേ പേയ്മെന്റ് ആപ്പ് വഴി തട്ടിപ്പ് നടത്തിയത്. പട്ടാമ്പി MRF ടയേഴ്സിൽ നിന്നും എക്കോസ്പോർട്ട് കാറിന്റെ 4 ടയറുകളും മാറ്റിയിടണമെന്ന് പറഞ്ഞ് 35,700 രൂപ വില വരുന്ന 4 ടയറുകൾ മാറ്റി. തുടർന്ന് കടയുടെ QR കോഡ് സ്കാൻ ചെയ്ത് പണം നൽകിയതായി അറിയിച്ച് ഇയാൾ പോവുകയായിരുന്നു. സ്ഥാപനത്തിന്റെ ഉടമ പിന്നീട് പരിശോധിച്ചപ്പോഴാണ് ബാങ്കിൽ പണം കയറിയിട്ടില്ലെന്ന് മനസ്സിലായത്. സമാന രീതിയിൽ പട്ടാമ്പിയിലുള്ള ക്യാപിറ്റൽ സിൽക്ക് എന്ന തുണിക്കടയിൽ നിന്നും 14,600 രൂപയും മാർവൽ ഫാൻസിയിൽ നിന്ന് 1,853 രൂപയുടെ സാധനങ്ങളും വാങ്ങി തട്ടിപ്പ് നടത്തുകയായിരുന്നു. വ്യാജ പേയ്മെന്റ് ആപ്പ് വഴി QR കോഡ് സ്കാൻ ചെയ്ത് പണം നൽകിയതായി കാണിച്ചാണ് വ്യാപാരികളെ കബളിപ്പിച്ചത്. ഇയാളുടെ ഫോണിൽ നിന്നും ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ ആപ്പുകൾ പോലീസ് കണ്ടെത്തി. സ്ഥാപന ഉടമകളുടെ പരാതിയിൽ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ കാർ കുളപ്പുള്ളി വഴി സഞ്ചരിക്കുന്നതായി കണ്ടെത്തുകയും പട്ടാമ്പി പോലീസ് കുളപ്പുള്ളിയിൽ വെച്ച് ഇയാളെ പിടികൂടുകയുമായിരുന്നു. അന്വേഷണത്തിൽ നിന്നും മറ്റൊട്ടനവധി സ്ഥലങ്ങളിൽ ഇയാൾ സമാനമായ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശാനുസരണം ഷൊർണൂർ DYSP സാജു K എബ്രഹാമിന്റെ മേൽനോട്ടത്തിലുള്ള പട്ടാമ്പി SHO KJ ജിനേഷിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ മനു കൃഷ്ണൻ, ASIമാരായ ജയകുമാർ, റഷീദ് പ്രകാശൻ, SAPO റിയാസ് എന്നിവരടങ്ങിയ പോലീസ് സംഘം ഒറ്റപ്പാലം ഹൈവേ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾക്ക് പഴയന്നൂർ, ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകൾ ഉണ്ടെന്നും പോലീസ് പറഞ്ഞു. NCV ന്യൂസ്, തൃത്താല.